നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കഴിക്കുന്ന പോലത്തെ നല്ല ബ്രൗൺ കളറിലത്തെ സോഫ്റ്റ് ആയിട്ടുള്ള കുരുമുളക് ഇട്ട ബീഫ് ഫ്രൈ ഒന്ന് വീട്ടിലുണ്ടാക്കി നോക്കിയാലോ. ഒരു 1/2 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തതാണ്. വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ച് വിനീഗറും കൂടെ ഒഴിച്ചൊന്ന് വാഷ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ബ്ലഡ് സ്റ്റെയിൻ ഒക്കെ ഉള്ളത് നന്നായിട്ട് പോയി കിട്ടും. അതിനുശേഷം നമ്മളൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പ്, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി എല്ലാം കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒന്ന് തിരുമ്മിയെടുത്ത് ആ മസാലയൊക്കെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് മിക്സ് ആക്കിയിട്ട് ഒരു 1/4 ഗ്ലാസ് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അടുക്കി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. വെള്ളം ഒരുപാട് ആവശ്യമില്ല. ബീഫ് വെന്ത് വരുമ്പോഴത്തേക്ക് അതിൽ നിന്നുള്ള വെള്ളം ഇറങ്ങിക്കോളും. എനിക്ക് ബീഫ് എടുക്കുമ്പോഴത്തേക്കും നല്ല സോഫ്റ്റായിട്ട് കിട്ടണം. അതിന് വേണ്ടിയിട്ട് ഞാൻ നന്നായിട്ട് വേവിക്കും. ഒരു 8 വിസിലൊക്കെ അടിച്ചിട്ട് ആണ്. ഓരോരുത്തരുടെ കുക്കറിനനുസരിച്ചിട്ട് ഞാൻ ഇതിനകത്ത് ഇപ്പോൾ ഒരു 8 വിസിലടിച്ചിട്ടുണ്ട്. അതിനെ ഒന്ന് എയർ പോകാൻ വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് ഒരു പാൻ ചൂടായതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും പിന്നെ ഒരു ടീസ്പൂണ് പെരിഞ്ജീരകം, വലിയ ജീരകം കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു പിടി തേങ്ങാക്കൊത്തും കൂടി ഇട്ട് ഒരുവിധം ഒന്ന് മൂത്ത് വരുന്ന സമയത്തേക്ക് നമുക്കൊരു മീഡിയം സൈസ് കഷ്ണം ഒരു ഇഞ്ചി എടുത്തിട്ട് നീളത്തിൽ അരിഞ്ഞതും ഒരു 8 അല്ലി വെളുത്തുള്ളിയും നീളത്തിൽ കീറിയതും കൂടെ ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് ഒരു 15 അല്ലി ചുവന്നുള്ളിയെ ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളായിട്ട് കുനുകുനാന്ന് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്ത് നല്ല എരിവുള്ള 2 പച്ചമുളകും ചേർത്തിട്ട് നമ്മുടെ ബീഫ് വേവാൻ വെച്ചിരുന്ന ബീഫും കൂടെ ഇതിലേക്ക് ആ ചാറോട് കൂടി തന്നെ അങ്ങ് ചേർത്ത് കൊടുക്കാം. ബീഫ് ഞാൻ ഇത്രയും ചെറിയ കഷ്ണങ്ങളായിട്ടാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ നന്നായിട്ട് പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്യും. പിന്നെ നമ്മൾ മിക്ക റെസ്റ്റോറൻറ്റിൽ നിന്നും കഴിക്കുമ്പോഴത്തേക്ക് കുറച്ച് ചെറുതാക്കിയ ബീഫല്ലേ കിട്ടുന്നത്. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തു. പിന്നെ ലോ ഫ്ലെയിമിൽ തീ വെച്ചിട്ട് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇപ്പോൾ ചേർത്ത് കൊടുത്തു. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് എരിവിനനുസരിച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. നല്ല ഒരു പിടി കറിവേപ്പിലയും ചേർത്തിട്ട് തീ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ച് വെച്ച് നമുക്കിതിനെ കുക്ക് ചെയ്തെടുക്കണം. കുക്ക് ചെയ്തതിൻ്റെ വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇളക്കി ഡ്രൈ ആക്കി ഈ ഒരു പാകമാവുന്നത് വരെ നമുക്ക് ഫ്ലെയിം അങ്ങനെ തന്നെ വെച്ചിരിക്കാം. അതിനുശേഷം ഓഫ് ചെയ്ത് കൊടുക്കാം. നല്ലൊരു ബ്രൗൺ ഷെയ്ഡായിട്ട് വരും. കുറച്ച് ടൈം ഒരു 10-15 മിനിറ്റ് എടുക്കും. കാരണം ലോ ഫ്ലെയിമിൽ തന്നെ ആകുമ്പോൾ അത് പതുക്കെ ഇരുന്ന് ഒന്നും കൂടെ വെന്ത് സോഫ്റ്റായിട്ട് വരണമല്ലോ. ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് സെർവ് ചെയ്യാം. നല്ലോണം കുക്കായിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ബീഫ് കേട്ടോ. ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തു.